വണ്ടി എങ്ങോട്ട് ചരിയണം? ലെഫ്റ്റ്. കണ്ട കണ്ട ഇങ്ങനെ വണ്ടി. അപ്പം നമ്മൾ ഇടത്തെ കാല് താഴെ വച്ച് വലത്തെ കാല് മുകളിൽ വെച്ച് ഇങ്ങനെ വേണം തിരിക്കാനുള്ളത്. കണ്ട, എന്നാലേ വണ്ടി തിരിഞ്ഞു വരുള്ളൂ. കണ്ട, ഇടത്തോട്ട്. അതുപോലെ ഇനി വലത്തോട്ട് തിരിക്കുമ്പോൾ നോക്കിയോ, വലത്തോട്ട് തിരിക്കുമ്പം വലത്തെ കാല് താഴെ ഊന്നണം. കണ്ട, എന്നിട്ട് ഇടത്തെ കാല് മുകളിൽ ഇങ്ങനെ വണ്ടി ചരിയണം. ഇങ്ങനെ രണ്ട് വശങ്ങളിലോട്ട് വണ്ടി ചരിഞ്ഞു വന്നാൽ മാത്രമേ നമുക്ക് വണ്ടിയെ തിരിക്കാൻ പറ്റുള്ളൂ. കണ്ട, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് തിരിക്കുന്നതെങ്കിൽ കാലിൻ്റെ ഡയറക്ഷൻ മാറണം. കണ്ട, ഇടത്തോട്ടുള്ള കാല്. എന്നിട്ട് വണ്ടി ഇടത്തോട്ട് ഇങ്ങനെ ചരിയണം. കണ്ട, ഇങ്ങനെ ചരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കാലിങ്ങനെ വീണ്ടും കാലിപ്പുറം. കണ്ട, ഇങ്ങനെ നമ്മൾ 3-4 റൗണ്ട് ഇങ്ങനെ വണ്ടിയെ ചരിച്ച് കാല് ഡിസ്റ്റൻസ് ഇട്ട് ഊന്നി പ്രാക്ടീസ് ചെയ്യണം. അത് കഴിയുമ്പം നമുക്ക് ചെറുതായിട്ട് ഐഡിയ വന്നു തുടങ്ങും. പിന്നെയാണ് നമ്മൾ കാലുയർത്തി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. നോക്കിക്കോണം. ഇപ്പോൾ ഇതങ്ങനെ പറഞ്ഞേ. അപ്പം നേരത്തെ തിരിച്ചപ്പോഴൊക്കെ ഓപ്പോസിറ്റ് സൈഡ് ആയിപ്പോയി. ഇനിയിപ്പോൾ നോക്കിക്കോ. ഇനി പഠിച്ചതുപോലെ നമ്മൾ ഇതിനകത്ത് കയറാൻ പോവുകയാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ കാലൊന്നുമില്ല. നമ്മൾ തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചേർന്നിട്ട് വണ്ടിയെ കണ്ട ഇങ്ങനെ അങ്ങ് ചരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരണം. മാക്സിമം ചേർന്നിട്ട് കണ്ട വണ്ടിയുടെ ബോഡി വലത്തോട്ട് ചരിയണം. എന്നാലേ തിരിഞ്ഞു വരുള്ളൂ. എന്നിട്ട് കണ്ട രണ്ട് കമ്പികളുടെ മധ്യഭാഗത്ത് വന്ന് ഇതുപോലെ പുറത്തിറങ്ങണം. അപ്പോൾ സ്പീഡ് നന്നായി കൺട്രോൾ ചെയ്യണം. ഇടത്തോട്ടും വലത്തോട്ടും വണ്ടി നന്നായി ചരിയണം. ചരിഞ്ഞാലേ വണ്ടിയെ തിരിക്കാൻ പറ്റും. ആദ്യം പോകുന്ന റൂട്ട് കാണണം. കണ്ട, രണ്ട് കമ്പികളുടെ മധ്യഭാഗം. ഇവിടെ എത്തിയാൽ അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കണം. എന്നിട്ട് ആ കമ്പിയെ മാക്സിമം ചേരണം. ചേർന്നിട്ട് വണ്ടിയുടെ ബോഡിയെ ശകലം വലത്തോട്ട് ചരിക്കണം. കണ്ട, അപ്പോഴേ ഇത്രയും തിരിഞ്ഞു വരുള്ളൂ. അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കമ്പികളുടെ രണ്ട് മധ്യഭാഗം. അത് കഴിഞ്ഞതായി ഇതുവഴി അങ്ങ് തിരിയും. കണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്പീഡ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം. ഓവർ ആക്സിലേറ്റർ വരാൻ പാടില്ല. നോട്ടം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ട, രണ്ട് കമ്പികളുടെ മധ്യഭാഗം. ഇവിടെ എത്തിയാൽ ഉടനെ അപ്പുറത്തെ സൈഡ് നോക്കണം. എന്നിട്ട് ആ കമ്പിയെ മാക്സിമം ചേരണം. ചേർന്നിട്ട് കണ്ട ഇങ്ങനെ തിരിയണം. കണ്ട, രണ്ട് കമ്പികളുടെ മധ്യഭാഗം. ഇതുവഴി ഇങ്ങനെ പുറത്തിറങ്ങണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാണ് വണ്ടിയെ നമ്മൾ ഇവിടെ നിർത്തും. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഇടത്തെ കാലാണ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കാലങ്ങ് പോക്കണം, ഒറ്റ സ്റ്റെപ്പ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം. തുടക്കം നിർത്തിയിട്ട് നമ്മൾ ഇതുകൊണ്ട് അവിടെ നോക്കണം. അപ്പോൾ ഇടത്തെ കാലാണ്. ഇടത്തെ കാല് ഊന്നി ഇടത്തോട്ട് ചരിച്ച് കണ്ട അവിടെ ചേരണം. നോക്കിയാൽ കണ്ട ഇവിടെ എത്തണം. ഇവിടെ എത്തുമ്പോൾ ഉടൻ വലത്തെ കാലാണ്. ഇത്രയും ചേർന്നാലേ വണ്ടി കറങ്ങി വരും. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡായി. ഇവിടെ എത്തിയിട്ട് കണ്ട ഇങ്ങനെ കാലൂന്നി തിരിക്കണം. കണ്ട, കാലൂന്നി തിരിക്കണം. ആദ്യത്തെ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യണം. വണ്ടി ഇങ്ങോട്ട് ചരിയണം, വലത്തോട്ട് ചരിയണം. ചരിയാനുള്ള പ്രാക്ടീസാണ്. കണ്ട, ഇത്രയും വന്നിട്ട് ഇനി ഇവിടെ എത്തുമ്പം കാല് മാറണം. കണ്ട, ഇടത്തെ കാലാക്കണം. രണ്ട് കമ്പികളുടെ മധ്യഭാഗം. കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതുപോലെ അങ്ങ് ഇറങ്ങുമ്പം കഴിഞ്ഞു. ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വണ്ടിയെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തും. കണ്ട, ഇടത്തെ കാലാണ്. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാല് പൊക്കണം. അപ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താണ് കയറുന്നത്. ആക്സിഡൻറ്റ് കൊടുത്ത് കാലങ്ങ് പൊക്കും. പൊക്കിയിട്ട് രണ്ട് കമ്പികളുടെ മധ്യഭാഗം. ഇവിടെ എത്തി നമ്മളിങ്ങനെ കൊണ്ട് നിർത്തണം. നിർത്തിയിട്ട് അപ്പുറത്തെ സൈഡ് നോക്കണം. ആ കമ്പിയെ മാക്സിമം ചേരണം. കമ്പിക്കിപ്പുറം. കണ്ട, അപ്പോൾ കമ്പിക്കിപ്പുറം മാക്സിമം ചേർന്നു. കണ്ട, ഇവിടെ എത്തുമ്പോഴാണ് തിരിക്കാനുള്ളത്. ഇത്രയും ചേർന്നു. ഇവിടെ എത്തുമ്പോൾ വണ്ടിയുടെ ബോഡിയെ വലത്തോട്ട് ചരിച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞാലേ വണ്ടി തിരിഞ്ഞു വരുള്ളൂ. കണ്ടോ, നമുക്കിപ്പോൾ ഈ കമ്പിയായിട്ട് കണ്ട ഇത്രയും സ്പേസ് വന്നത് കണ്ട, അത് നമ്മൾ അവിടെ അത്രയും ചേർന്നുകൊണ്ടാണ്. അവിടെ നിന്ന് അകന്നു പോയാൽ നമ്മൾ ഈ കമ്പിയുടെ വെളിയിലായി. ഓക്കെ, വീണ്ടും വന്നിട്ട് നമ്മൾ അടുത്ത രണ്ട് കമ്പികളുടെ മധ്യഭാഗം കണ്ട, മധ്യഭാഗത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ കാല് ഊന്നിയിട്ട് തിരിച്ചാൽ മതി. കാല് ഊന്നി തിരിച്ച് വെളി. ഇതിൽ ഓക്കെ ആയിട്ട് പിന്നെ കാല് പോയി കയറിയാൽ മതി. പിടി കിട്ടിയാ? കമോൺ.